മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 10-11 വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സസ് 10 and 11. ഈശോ കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ശക്തികളുടെ പ്രേരണ നമുക്ക് ജീവിതത്തിലുണ്ട്. പിശാചിനെ വീണ് നമസ്കരിക്കണമെന്ന് പിശാച് പറയുന്നു. ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഈശോ നിഷ്കർഷിക്കുന്നു. മാലാഖമാരും പിശാചുക്കളും വർദ്ധിക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ആത്മീയ മണ്ഡലത്തിലെയും ജീവിയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതുപോലെ അശുദ്ധാത്മാവ് വഴിതെറ്റിക്കുവാനും പ്രവർത്തിക്കുന്നു. C.S. ലൂയിസ് തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അശുദ്ധാത്മാവില്ല എന്ന് പറയുന്നവർ ആത്മീയ മണ്ഡലമേ ഇല്ല എന്ന് പറഞ്ഞ് ഭൗതികവാദികളായിത്തീരും. അശുദ്ധാത്മാക്കൾ കൂടുതൽ താല്പര്യമെടുക്കുന്നവർ മന്ത്രവാദികളായും പരിണമിക്കും. ദൈവാത്മാവും അശുദ്ധാത്മാവും നമ്മോടുകൂടിയുണ്ട്. നാം ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെട്ടാൽ പൈശാചിക ശക്തി മാറിപ്പോകും. കർത്താവിനെ പരീക്ഷിക്കാനെത്തിയ പിശാചിനോട് എതിർത്തു നിന്ന ഈശോയെ സഹായിക്കുവാൻ ദൈവദൂതന്മാർ അടുത്തു വന്നു. ആദവും ഹവ്വായും പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ടതിനാൽ അവർ പുറന്തള്ളപ്പെട്ടു. നമുക്ക് പോരാട്ടമുള്ളത് ജഡിക രക്തങ്ങളോടല്ല, സ്വർഗത്തിലെ പോരാടി ദുഷ്ടസേനകളോടാണ് എന്ന് പൗലോസിലോ പറയുന്നുണ്ട്. ഗെത്സമനിയിൽ പോരാടി ഉറച്ചു നിന്ന ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ ഒരു ദൂതൻ കടന്നു വരികയാണ്. തീരുമാനം നാം തന്നെ ചെയ്യണം. നാം ദൃഢനിശ്ചയം ചെയ്യുമ്പോൾ ദൂതന്മാർ സഹായത്തിനെത്തും. തിന്മയിലേക്ക് പ്രേരണ തരുന്ന ദുഷ്ടാത്മാവിന്റെ ശക്തി എതിർക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.